ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ശരത്തും മാന്റനെയും മറച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ സത്യം അത് സച്ചി കണ്ടുപിടിക്കാനുള്ള അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് കോളേജിൽ ചെല്ലുന്ന സമയത്ത് ശരത്തിൻ്റെ രണ്ടോ സുഹൃത്തുക്കൾ പറയുകയാണ്, ശരത്ത് ക്ലാസ്സിൽ വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെയും സച്ചിയുടെ പ്രതീക്ഷകളെല്ലാം തന്നെ നഷ്ടമാവാണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യങ്ങളെല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സച്ചി നേരെ കാർ സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്താണ് ആന്റണിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരികയും ശരത്ത് മഹേഷിനെ ആക്രമിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സച്ചി കാണുന്നല്ലേ. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഉപദ്രവിക്കുന്നതിന് കാണുമ്പോഴത്തേക്കും സച്ചിക്ക് സഹിക്കാനാവുന്നില്ല. വന്ന വഴിയിൽ ശരത്തിനെ കേട്ട ഒരെണ്ണം സച്ചി കൊടുക്കുന്നുണ്ട്. ശേഷം സച്ചി ഉപദ്രവിക്കാനായിട്ട് ശരത്ത് തുടങ്ങുന്ന സമയത്താണ് കൈ ബാക്കിലേക്ക് തിരിച്ച് ബലമായി പിടിച്ചു വെക്കുന്നില്ല. അപ്പൊ ആ ഒരു പിടുത്തത്തിൽ നല്ല രീതിയിൽ തന്നെ അപകടം ശരത്തിന് സംഭവിക്കുന്നുണ്ട്. പിന്നീട് ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് താൻ ബൈക്കിൽ നിന്ന് വീണത് എന്നൊക്കെയാണ് ശരത്ത് പറയുന്നതെങ്കിലും അവസാനം ഡോക്ടർ കണ്ടുപിടിക്കുന്നത് ശരത്ത് ബൈക്കിൽ നിന്ന് വീണതല്ല, ശരത്തിന് എന്തോ ഒരു അപകടം സംഭവിച്ചു. ഒന്നുകിൽ ശരത്ത് അടിപിടി കൂടാനായിട്ട് പോയി കാണും, അല്ലാതാണെങ്കിൽ വേറെ ആരെങ്കിലും ശരത്തിനെ ആക്രമിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇത്രയും വലിയൊരു ഇഞ്ചുറി ശരത്തിന് കൈക്ക് ഉണ്ടാവുകയില്ല എന്നൊക്കെ ഡോക്ടർ തുറന്ന് പറയുന്നത് രേവതിയോടാണ്. രേവതി ഒരു കാര്യം ശരത്തിനോട് ചോദിക്കുന്ന സമയത്ത് സച്ചേനാണ് തന്റെ കൈകൾ ഒടിച്ചതെന്നും മനഃപൂർവ്വം തന്നെ സച്ചേട്ടനെല്ലാം തന്നെ ചെയ്തതാണെന്നൊക്കെ രീതിക്ക് സച്ചി കുറ്റക്കാരനാക്കുന്ന രീതിക്കാണ് ശരത്ത് അവിടെ പെരുമാറുന്നത്. ശരത്തിന്റെ ദയനീയാവസ്ഥയും അതുപോലെ തന്നെ തന്റെ സഹോദരനോടുള്ള അമിതമായ വാത്സല്യ കാരണം ശരത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും രേവതിയും അമ്മയും രേണുവും എല്ലാം തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ ശരത്തിന്റെ ഈ ഒരു വാക്കിലൂടെ രേവതിയുടെ സച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സച്ചി ആന്റണിയെ ശരത്തിനെ തല്ലിയതിന് പ്രതികാരം എന്നവണ്ണം ആന്റണി നേരെ കാർ സ്റ്റാൻഡിലേക്ക് വരികയാണ്. കാർ സ്റ്റാൻഡിലേക്ക് വന്നതിന് ശേഷം പറയുന്നുണ്ട്, എൻ്റെ നിന്ന് പണം ആരൊക്കെ മേടിച്ചു അവരെല്ലാം തന്നെ നാളെ ഈ സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ പണം തിരികെ ഏൽപ്പിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും തന്നെ ആന്റണിയോട് ചോദിക്കുന്നുണ്ട്, ആന്റണി നീ എന്തിങ്ങനെ പറയുന്നത്, ഇത്ര വേഗം ഞങ്ങൾ എവിടുന്ന് പണം ഒപ്പിച്ച് തരിക എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നും എനിക്കറിയണ്ട, സച്ചിനെ തല്ലിയ സമയത്ത് കൂടെ നിന്നവന്മാരല്ലേ നിങ്ങൾ, ഏത് വിധേനയും എനിക്ക് പണം തിരികെ വേണമെന്നൊക്കെ ആന്റണി പറയുമ്പോഴത്തേക്ക് ആകെപ്പെട്ട അവസ്ഥയിലാവട്ടെ എല്ലാവരും. ആന്റണി പോയതിനു ശേഷം എല്ലാവരും സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. സച്ചിയുടെ ദേഷ്യമാണ് എല്ലാത്തിനും കാരണമെന്നൊക്കെ പറയുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, സച്ചി നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, നീ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ ശരിയാണ് മഹേഷ്, പക്ഷേ ഇപ്പം നമുക്കിങ്ങനെ അവസ്ഥ വരാനുള്ള കാരണം സച്ചിയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സച്ചിയോട് ഈ ആന്റണിയോടുള്ള ദേഷ്യവും ആന്റണി നാളെ പണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യവും എല്ലാം തന്നെ മനസ്സിലിട്ടുകൊണ്ടാണ് കാർ സ്റ്റാൻഡിലുള്ളവർ സംസാരിക്കുന്നത് കേട്ടോ. കാര്യം എന്താണ് സച്ചിക്ക് മനസ്സിലാകാതെ വരുന്ന സമയത്ത് മഹേഷ് പറയുകയാണ്, ആന്റണി ഇവിടെ വന്നിരുന്നു, നാളെ തന്നെ പണം കെട്ടണമെന്നാണ് പറഞ്ഞത്, നാളെ തന്നെ പണം കെട്ടണം, അല്ലെന്നാണ് ഞങ്ങൾ എല്ലാവരും കാറ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ഒരക്ഷരം പോലും ഇണ്ടാതെ അവിടെ നിന്ന് പോകാണ്ട് അവിടെ നേരെ ചെല്ലുന്ന ആന്റണിയുടെ ഓഫീസിലേക്കാണ്. സച്ചിയെ കാണുമ്പോൾ തന്നെ ആന്റണി പറയുന്നുണ്ട്, എനിക്കറിയാൻ പറഞ്ഞ സച്ചി നീ വരുമെന്ന്, നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി തന്നെയാണ് കാർ സ്റ്റാൻഡിൽ വന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ പറയും നീ അനുസരിക്കും, നാളെ ഞാൻ കാർ സ്റ്റാൻഡിൽ വരുന്ന സമയത്ത് എനിക്ക് പണമൊന്നും വേണ്ട, എല്ലാവരും മുന്നിൽ വെച്ച് നീ എൻ്റെ കാല് പിടിച്ചൊന്ന് ക്ഷമ ചോദിച്ചാൽ മതി എന്നൊക്കെ ആന്റണി പറയുമ്പോഴത്തേക്കും സച്ചി പ്രത്യേകിച്ച് ഒന്നും പറയാതെ തന്നെ തിരികെ പോവാൻ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ആന്റണിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. പിറ്റേന്ന് നേരം പുലർന്ന് കാർ സ്റ്റാൻഡിൽ ചെല്ലുന്ന സമയത്ത് മഹേഷ് വന്നിട്ട് പറയുന്നത്, ആന്റണി പണമൊന്നും തികഞ്ഞില്ല, എന്തായാലും 2-3 ദിവസം ഞങ്ങൾക്ക് സമയം തായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കൂട്ടുകാർ സച്ചി ഇങ്ങോട്ടേക്ക് വരില്ല, അവൻ എൻ്റെ കാല് പിടിച്ചാലും മതി, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ആകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി നിന്റെ കാല് പിടിക്കാൻ വേറെ ആളെ നോക്കണം ആന്റണി എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട്. നീ കണ്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് പോകുന്നതെന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി വരുന്ന കാണുമ്പോൾ തന്നെ ആന്റണി തൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുകളോടായിട്ട് പറയുകയാണ്, എടാ ഒന്ന് വീഡിയോ റെക്കോർഡ് പിടിച്ച് ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനുള്ളത്, ഇവൻ എൻ്റെ കാല് പിടിക്കുന്നതൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും ഇട്ട് കാണണം, എനിക്കതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കണം എന്നൊക്കെ ആന്റണി ഭയങ്കര അഹംഭാവത്തോട് പറയുന്ന സമയത്ത് സച്ചി പതുക്കെ ഒന്ന് പിന്നോട്ട് വരുന്നതിന് ശേഷം ഓടി വന്നിട്ട് ആന്റണിയുടെ നെഞ്ചത്ത് നിന്ന് കാല് വെച്ചിട്ട് പറയാണ്, നിന്റെ കാലല്ല എൻ്റെ കാലുകൊണ്ട് നിന്റെ നെഞ്ച് ഞാൻ തകർക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആന്റണി ആകെ അതിശയിച്ച് നിൽക്കാട്ടെ. എന്നിട്ട് ഓരോരുത്തരുടെയും പണം, അതായത് എത്ര പേര് എത്ര പണം നൽകാനുണ്ടോ അതെല്ലാം തന്നെ സച്ചി തിരികെ കൊടുക്കുകയാണ്. ആന്റണി ആണെങ്കിൽ നാണം കെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യട്ടോ. ആന്റണി പോയി കഴിയുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, എടാ സച്ചി നിനക്ക് അവിടെ നിന്ന് ഇത്രയും പണം, ഇത്രയും വേഗം ഇവിടുന്ന് പണമൊക്കെ ഒപ്പിച്ചെന്ന് ചോദിക്കുന്ന സമയത്ത് തൻ്റെ കാറ് വിറ്റു എന്നുള്ള കാര്യം സച്ചി പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും മഹേഷിന് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. മഹേഷ് പറയുന്നത്, നീ എന്തിനാ സച്ചി ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത്, നിന്റെ അന്നമല്ലായിരുന്നു ആ ഒരു കാറ്, നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാറ് പോയെങ്കിൽ പോട്ടെ, ഞാൻ മൂലം നിങ്ങളാരും പട്ടിണി കിടക്കരുത് എന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ശരത്തിനെയും ആന്റണിയെയും സച്ചി തല്ലിയതിന്റെ പേരിൽ തന്റെ കാറ് സച്ചി വിൽക്കുന്നതുമായിട്ടുള്ളൊരു ഭാഗം നമുക്ക് വരാനുള്ളത്, അത് കുറച്ചധികം ഇമോഷണൽ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.